നമസ്കാരം, ഞാൻ ഡോക്ടർ നിശാന്ത് തോപ്പിൽ, നിങ്ങളുടെ സ്വന്തം വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മൾ സാധാരണ വാസ്തു എന്ന് പറയുമ്പോൾ എന്താ ദോഷം, ഈ ഒരു ദോഷം എന്നുള്ള കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ കാണുക. അത് മാറിയിട്ട് സമൃദ്ധി, ഭാഗ്യം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറേണ്ട സമയമായി. യഥാർത്ഥത്തിലുള്ള വാസ്തുശാസ്ത്രം ഭാഗ്യകൽപ്പം എന്നാണ് പറയുക. അതായത് എങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഭാഗ്യത്തെ സൃഷ്ടിക്കാം. ഇതിന് നമ്മൾ ഒരു 18 ഋഷിമാരോളം മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയ ശാസ്ത്ര പരമ്പരയാണ് വാസ്തുശാസ്ത്രം. നിർഭാഗ്യവശാൽ നമ്മളുടെ കേരളം ചുറ്റളവിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് നമ്മൾ വാസ്തുശാസ്ത്രത്തിൻ്റെ വലിയൊരു സാധ്യത വിട്ടുപോയിട്ടുണ്ട്. സമൃദ്ധി ഉണ്ടാക്കുക, സമാധാനം കൈവരിക്കുക, ആരോഗ്യം ഉണ്ടാകുക, എല്ലാ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകുക, സമാധാനം ഉണ്ടാകുക. ഈ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മളെ വാസ്തുശാസ്ത്രം എന്ന ഒരു ശാസ്ത്രശാഖ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. വേറെ നമ്മൾ എന്ത് പഠിച്ചാലും ശരി, മനുഷ്യൻ എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കുക, എങ്ങനെയാ സന്തോഷം ഉണ്ടാക്കുക, സമൃദ്ധി എങ്ങനെയാ കൈവരിക്കുക, ഇതൊന്നും തന്നെ ഒരു ശാസ്ത്ര വിഷയങ്ങളിലും പറയണില്ല. വാസ്തുഭാരതിയുടെ 1 ഇയർ ഡിപ്ലോമ കോഴ്സ് വേദിക് വാസ്തുശാസ്ത്ര, ഈ കോഴ്സിൽ നമ്മൾ നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതുപോലെ തന്നെ അതിൻ്റെ സയൻറ്റിഫിക് സൈഡ് എന്താണ്, എന്തുകൊണ്ടാണ് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വേണം എന്ന് പറയുന്നത്. നമ്മൾ കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വേണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ എന്തുകൊണ്ട് അവിടെ വേണം, ഇത് യാതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിപ്പിക്കണില്ല. നമ്മൾ അത് ഉപയോഗപ്പെടുത്തി നമ്മളെ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, എങ്ങനെയെല്ലാം അത് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം, എങ്ങനെ ഒരു വീട് വെക്കുമ്പോൾ അവിടെ ഊർജ പ്രവാഹത്തിനെ കറക്റ്റ് ചെയ്യാം, എങ്ങനെ അത് പ്രപഞ്ച താളത്തിലേക്ക് ഉയർത്താം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നമ്മൾ പ്രാക്ടിക്കലായി കൂടി പഠിക്കുന്നുണ്ട്. പിന്നെ വാസ്തു ഒരു സീരിയസ് സബ്ജക്റ്റ് ആയിട്ടാണ് എല്ലാവരും എടുക്കാറ്. യഥാർത്ഥത്തിൽ ഒരു രസം കലർന്ന ഒരു രസകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണത്. ഈ രസം കൂടി നുകരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയതയുടെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതും കൂടി ഒന്ന് നമ്മൾ ആസ്വദിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഒന്ന്, വാസ്തുഭാരതിയുടെ ഉള്ള ഓരോ ക്ലാസ്സുകളും കഴിയുമ്പോഴും നമ്മൾക്ക് അതിൻ്റെ റെക്കോർഡിങ് കിട്ടും. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ ഇരിക്കുക, തുടർന്ന് നമ്മൾ എല്ലാ ദിവസവും ആ റെക്കോർഡിംഗ് ഒക്കെ വെച്ച് അതിലുള്ള ആ സബ്ജക്റ്റ് നമ്മൾ ഹൃദയസ്ഥയാക്കുക. അതായത് റിപ്പീറ്റഡ്ലി കേട്ട് നമുക്ക് അത് ഉൾക്കൊള്ളുക. പ്രധാനമായും 5 പേപ്പേഴ്സാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ 2 എണ്ണമാണ് റിട്ടേൺ ആയിട്ടുള്ളത്. ഒന്ന് വാസ്തു സിദ്ധാന്തം, 2 പ്രാവർത്തിക വാസ്തുശാസ്ത്രം. ഇത് 2 റിട്ടേൺ പേപ്പേഴ്സാണ്. ഇതിൽ നമ്മൾ സിദ്ധാന്തങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെ പകർത്തേണ്ടതുണ്ട്. ഇത് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾക്കൊരു ബേസ് തരുന്നതാണിത്. കൂടാതെ നമുക്കൊരു വൈവി ഉണ്ടാവും, നിങ്ങൾ എന്ത് പഠിച്ചു അത് ചോദിക്കണ ഒരു യൂണിറ്റ്, കൂടാതെ ഒരു പ്രാക്ടിക്കലിൽ നമ്മൾ കുറ്റിയടിക്കണത് എങ്ങനെയാണ്, ഇത് അടിച്ച് കാണിച്ചു കൊടുക്കണം. ടോട്ടല് 500 മാർക്കാണുള്ളത്. അതിൽ ഓരോ വിഷയത്തിനും 100 മാർക്ക് വീതമാണുള്ളത്. ഈ എക്സാം എഴുതി നമ്മൾ പാസ്സായോ നമ്മൾക്ക് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. NACTET, നാഷണൽ കൗൺസിൽ ഫോർ ടെക്നോളജി ആൻഡ് ട്രെയിനിങ്, ഈ ഒരു സ്ഥാപനമാണ് വാസ്തുഭാരതിയുടെ പഠനത്തിന് ആധികാരികത കൊടുക്കുന്നത്. നമ്മൾക്ക് NACTET സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമ്മൾക്ക് ഒന്ന് സ്വന്തമായിട്ടൊരു വാസ്തു കൺസൾട്ടൻ്റായിട്ട് ആധികാരികമായിട്ട് പ്രവർത്തനം ആരംഭിക്കാം. 2
വിദേശത്തും കമ്പനികളിലും ഒക്കെ ഇതിന് വലിയ സ്വാധീനമുണ്ട്. ഞാൻ പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക കമ്പനികളുടെയും വാസ്തു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സിനുള്ള ആധികാരികത ഉണ്ടാകുമ്പോഴാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പ്രൊഫഷണൽ വാസ്തു കൺസൾട്ടൻ്റ് ആ പ്രൊഫഷണലി ശോഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാസ്തു ഭാരതിയുടെ കോഴ്സ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ആധികാരികത വരും. 2, അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ പഠിക്കും. 3, അതിൻ്റെ സയൻറ്റിഫിക് സൈഡ് പഠിക്കും. 4, അതിൻ്റെ പൗരാണികമായിട്ടുള്ള മൂല്യങ്ങൾ എന്താണോ ഗ്രന്ഥങ്ങളിൽ പഠിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ടുള്ള പഠനം നടത്തും. 1 വർഷം കൊണ്ട് ആധികാരികതയുള്ള ഒരു സമർത്ഥനായിട്ടുള്ള വാസ്തു കൺസൾട്ടൻ്റായി മാറാനുള്ള എല്ലാ കാര്യങ്ങളും വാസ്തു ഭാരതിയിൽ പഠന വിഷയമാണ്. വാസ്തു ഭാരതിയുടെ സ്റ്റുഡൻ്റായി മാറുക എന്നുള്ളത് ഒരു അഭിമാനമാണ്. ആർക്ക് വേണമെങ്കിലും ആകാം. എൻജിനീയറിംഗ് പഠിക്കുന്നവർക്കാകാം. ഇനി ഈ വാസ്തുശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ളവരാണെങ്കിലും ആകാം. നമ്മൾക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള വാസ്തുശാസ്ത്രം, അതിൻ്റെ സയൻറ്റിഫിക് സൈഡ് എന്താണ്, അതിൻ്റെ പ്രാക്ടിക്കലിയുള്ള ആപ്ലിക്കേഷൻ എന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, ഇതും കൂടി നമ്മൾ പഠിക്കും. എല്ലാവർക്കും വാസ്തു ഭാരതിയുടെ കോഴ്സുകളിലേക്ക് സ്വാഗതം. നമസ്തേ, ഞാൻ ഡോക്ടർ നിശാന്ത് തോപ്പിൽ, നിങ്ങളുടെ സ്വന്തം വാസ്തു കൺസൾട്ടൻറ്റ്. താങ്ക് യു.